Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? നമ്മൾ കഴിഞ്ഞ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയായിരുന്നു അല്ലേ? ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ദ ഏജ് ഓഫ് മെഷീൻസ്. ഏത് ചാപ്റ്ററാണ് പഠിക്കുന്നത്? ദ ഏജ് ഓഫ് മെഷീൻസ്. ഇത് നമുക്ക് ദ ഏജ് ഓഫ് മെഷീൻസ് എന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കവറി ഓഫ് ദി സ്റ്റീം എഞ്ചിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? പിന്നെ ദ മാസ് പ്രൊഡക്ഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഇന്ന് നമുക്ക് ഫ്യൂവൽ ഓഫ് ദി മെഷീൻ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഫ്യൂവൽ ഓഫ് ദി മെഷീൻ. The steam engine was used at many places like in the railway engine, the ship and in the machine factories. Wood and coal were used as fuel to produce steam in steam engines. Later mineral oil, natural gas and electricity were introduced. The steam engine was used at many places like in the railway engine, the ship and in machine factories. The steam engine was used at many places like in the railway engine, the ship and in machine factory. യന്ത്ര ഫാക്ടറികളിലും അതുപോലെ ഷിപ്പിലും റെയിൽവേ എഞ്ചിൻ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്നു. വുഡ് ആൻഡ് കോൾ were used as fuel to produce steam in steam engine. സ്റ്റീം എഞ്ചിനിൽ നീരാവി പ്രൊഡ്യൂസ് ചെയ്യാൻ, സ്റ്റീം എഞ്ചിനിൽ നീരാവി ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവലായിരുന്നു എന്തൊക്കെ? കോളും വുഡും. എന്തൊക്കെയാണ്? വുഡ്, കരിയും കൽക്കരിയും ഉപയോഗിച്ചാണ് സ്റ്റീം എഞ്ചിനിൽ നീരാവി ഉത്പാദിപ്പിച്ചത്. Later mineral oil, natural gas, electricity were introduced. Later mineral oil, natural gas and electricity were introduced. അതിനുശേഷമാണ് മിനറൽ ഓയിൽ ആയാലും അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആയാലും അതും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയാലും കൊണ്ടുവന്നത്. ഫ്യൂവൽ ഓഫ് ദി എന്താണ് ഫ്യൂവൽ ഓഫ് ദി മെഷീൻ? ദ സ്റ്റീം എഞ്ചിൻ വാസ് യൂസ്ഡ് അറ്റ് മെനി പ്ലേസസ് ലൈക്ക് ഇൻ ദ റെയിൽവേ എഞ്ചിൻ, ദ ഷിപ്പ് ആൻഡ് ഇൻ മെഷീൻ ഫാക്ടറി. മെഷീൻ ഫാക്ടറിയിലായാലും അല്ലെങ്കിൽ ഷിപ്പിലായാലും റെയിൽവേ എഞ്ചിനായാലും തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്നു. Wood and coal were used as fuel to produce steam in steam engines. Later mineral oil, natural gas and electricity were introduced. സ്റ്റീം എഞ്ചിനിൽ നീരാവി ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് ആദ്യം എന്തായിരുന്നു ഉപയോഗിച്ചത്? വുഡും കോളും, കൽക്കരിയും അതുപോലെ തടിയുമായിരുന്നു ഫ്യൂലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ലേറ്റർ മിനറൽ ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി വരെ ഇൻട്രൊഡ്യൂസ്ഡ്. പിന്നീടാണ് മിനറൽ ഓയിൽ ആയാലും അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആയാലും വൈദ്യുതിയൊക്കെ കൊണ്ടുവന്ന് സ്റ്റീം എഞ്ചിന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കോൾ എന്താണ്? കോൾ എന്ന് കൽക്കരി എന്താണ്? To make machine work, man first used coal. It was dug out from the earth from within the mines. In early times, it was easily available near to the surface. But later on, demand for coal increased and the mine went deeper and deeper. To make machine work, man first used coal. മെഷീൻ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച് എന്തായിരുന്നു? കൽക്കരി ഉപയോഗിച്ചായിരുന്നു മെഷീനുകളിൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഫ്യൂവൽ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്തായിരുന്നു ആദ്യം ഉപയോഗിച്ചത് മെഷീൻ വർക്കിനായിട്ട്? കൽക്കരി ആയിരുന്നു. It was dug out from the earth from within the mines. In early times, it was easily available near to the surface. But later on, demand for coal increased and mines went deeper and deeper. ആദ്യകാലത്തിൽ ഈ കോൾ എന്ന് പറയുന്നത്, കൽക്കരി എന്ന് പറയുന്നത് ഖനനം ചെയ്തെടുത്തത് എവിടുന്നായിരുന്നു? മൈൻ, ഖനികളിൽ നിന്നാണ് ഈ കൽക്കരി, ഭൂമിയിലെ ഖനികളിൽ നിന്നാണ് ഈ കൽക്കരി ആദ്യകാലത്ത് എടുത്തത്. In early times, it was easily available near to the surface. ആദ്യകാലത്ത് ഭൂമിയുടെ സർഫസിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുകയായിരുന്നു ഈ കൽക്കരി എന്ന് പറയുന്നത്. എന്നാൽ കൽക്കരിയുടെ ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് പറ്റി? ഖനികളെല്ലാം കൂടുതൽ ആഴത്തിൽ
കുഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. Some coal mines are 3 to 4 kilometers deep. This means using this mine is dangerous. ചില കൽക്കരി ഖനികളൊക്കെ 3 മുതൽ 4 കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്താൽ മാത്രമേ കൽക്കരി കിട്ടൂ എന്ന അവസ്ഥയിലെത്തി. ഈ കൽക്കരി ഖനികളൊക്കെ എന്താണ്, വളരെ അപകടകരമാണ്. And the problem is that the reserve of coal are limited. It will be used up very soon in future. This problem was partially solved with the discovery of petroleum and the optional sources of energy. Another problem is that reserves of coal are limited. It will be used up very soon in future. This problem was partially solved with the discovery of petroleum and the optional source of energy. ഈ കൽക്കരി എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്. കൽക്കരി എന്ന് പറയുന്ന വിഭവത്തിന്റെ ഉറവിടം എന്ന് വെച്ചെന്താണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. അതെന്താണ്, ഭാവിയിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, തീർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. This problem was partially solved with the discovery of petroleum and the optional sources of energy. ഈ ഒരു കൽക്കരിയുടെ ഒരു പരിമിതമായിട്ടുള്ള ഒരു വിഭവം എന്നൊരു ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? മറ്റൊരു ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള പെട്രോളിയത്തിന്റെ ഉപയോഗത്തിലൂടെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സോൾവ് ചെയ്യാൻ പറ്റി. കോൾ നമ്മളിപ്പോ എന്താ പഠിക്കുന്നത്, കൽക്കരിയെ കുറിച്ചാണ് പഠിക്കുന്നില്ലേ. ടു മേക്ക് മെഷീൻ വർക്ക് മാൻ ഫസ്റ്റ് യൂസ്ഡ് കോൾ. എന്താണ്, മെഷീൻ വർക്കൊക്കെ ചെയ്യാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചിട്ടായിരുന്നോ, കൽക്കരി ആയിരുന്നു. It was dug out from the earth from within the mines. In early times, it was easily available near to the surface. But later on, demand for coal increased and mines went deeper and deeper. Some coal mines are 3 to 4 kilometers deep. This means using these mines is dangerous. എന്താണ്, മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചത് കൽക്കരി ആയിരുന്നു. ഈ കൽക്കരി എന്ന് പറയുന്നത് ഭൂമിയിലെ തന്നെ ഖനികളിൽ നിന്നാണ് ഖനനം ചെയ്തെടുത്തത്. ഭൂമിയിലെ മൈൻസിൽ നിന്നാണ് ഇത് ചെയ്തത്, കൽക്കരി ഖനനം ചെയ്തെടുത്തത്. ആദ്യകാലത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ, ആദ്യകാലത്ത് ഭൂമിയുടെ സർഫസിൽ തന്നെ ഈ ഒരു കോൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ഈ കൽക്കരിയുടെ ആവശ്യം ഡിമാൻഡ് കൂടിയപ്പോൾ, കൽക്കരി ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, മൈൻസ് കൂടുതൽ ഡീപ്പറായിട്ട് കുഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. വളരെ ആഴത്തിൽ ഖനനം ചെയ്താൽ മാത്രമേ കൽക്കരി കിട്ടൂ എന്നൊരു അവസ്ഥയിലോട്ട് എത്തി. 3 മുതൽ 4 കിലോമീറ്റർ വരെ കൽക്കരി ഖനനം നടത്തേണ്ടി വന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, വളരെ അപകടകരമാണ്. ഈ കൽക്കരി ഖനനം ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. And the problem is that the reserve of coal are limited. It will be used up very soon in future. This problem was partially solved with the discovery of petroleum and the optional source of energy. ഈ കൽക്കരി എന്ന് പറയുന്ന വിഭവം എന്താണ്, വളരെ പരിമിതമാണ്. അത് ഭാവിയിൽ പെട്ടെന്ന് തീർന്നു പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു പ്രശ്നം, ഈ കൽക്കരിയുടെ ഒരു പരിമിതമായിട്ടുള്ള ഒരു ലഭ്യത എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റി? പെട്രോളിയത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ, മറ്റൊരു ഊർജ സ്രോതസ്സായിട്ടുള്ള പെട്രോളിയത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ കൽക്കരി എന്ന വിഭവത്തിന്റെ പരിമിതമായിട്ടുള്ള ഒരു പരിമിതി നമുക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റി. അടുത്ത് നോക്കിക്കേ, മിനറൽ ഓയിൽ. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, മിനറൽ ഓയിൽ. The mineral oil is a liquid fuel found below the earth's surface. It was drilled and refined to get kerosene, petrol, gasoline and other products. It was first discovered in America in 1857. The mineral oil is a liquid fuel found below the earth's surface. എർത്തിന്റെ സർഫസിന് താഴെയായിട്ട് കാണുന്ന ഒരു ലിക്വിഡ് ഫ്യൂവൽ ആണ് എന്ന് പറയുന്നത് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ഇതാണ് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ദ മിനറൽ ഓയിൽ ഈസ് എ ലിക്വിഡ് ഫ്യൂവൽ ഫൗണ്ട് ബിലോ ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ലിക്വിഡ് ഫ്യൂവൽ ആണ് എന്ന് പറയുക മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. It was drilled and refined to get kerosene, petrol, gasoline and other products. It was first discovered in
America in 1857. എർത്ത് സർഫസിന് താഴെയായിട്ട് കാണുന്ന ഒരു ലിക്വിഡ് ഫ്യൂവൽ ആണ് എന്ന് പറയാ മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് ഖനനം ചെയ്തെടുക്കുന്നതിലൂടെ എന്തെങ്കിലും കിട്ടുന്ന കെറോസിൻ കിട്ടുന്നു, മണ്ണെണ്ണ കിട്ടുന്നു, പെട്രോൾ കിട്ടുന്നു, ഗ്യാസിനെയും കിട്ടുന്നുണ്ട്, മറ്റ് നിരവധി പ്രൊഡക്ട്സ് ഇതുവഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ അമേരിക്ക ഇൻ 1857. ഇത് 1857 അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്. എന്നാണ് 1857 1857 അമേരിക്കയിലാണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. ഇത് എവിടാണ് ആദ്യം കണ്ടെത്തിയത്? 1857 അമേരിക്കയിൽ. ഏത് വർഷമാണ്? 1857 എന്നാണ് മിനറൽ ഓയിൽ കണ്ടെത്തിയത്. മിനറൽ ഓയിൽ ഈസ് എ ലിക്വിഡ് ഫ്യൂവൽ. മിനറൽ ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ദ്രാവക രൂപത്തിലുള്ള ഒന്നാണ് ഇത് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ഫൗണ്ട് ബിലോ ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിന് താഴെയായിട്ട് കാണുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു ഫ്യൂവലാണ് ഇത് മിനറൽ ഓയിൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡ്രിൽഡ് ആൻഡ് റിഫൈൻഡ് ടു ഗെറ്റ് കെറോസിൻ, പെട്രോൾ, ഗ്യാസിൻ ആൻഡ് അതർ പ്രൊഡക്ട്സ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ അമേരിക്ക ഇൻ 1857. ഇത് ഖനനം ചെയ്യുന്നതോടെ എന്താ പെട്രോളും അതുപോലെ മണ്ണെണ്ണയും തുടങ്ങിയ മറ്റ് പ്രൊഡക്റ്റ് ഒക്കെ തന്നെ എന്ത് കിട്ടുന്നു, നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത് എന്നാണ് 1857 അമേരിക്കയിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഡെയിംലർ developed a car in 1886 that ran on petrol. Today we see a large number of cars and bikes running on the road on petrol. Later petrol was used in the engine of the aeroplane. Daimler developed a car in 1886 that ran on petrol. പെട്രോളിൽ ഓടുന്ന ഒരു കാറ് ഡെയിംലർ 1886 ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം 1886 ഡെയിംലർ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന ഒരു കാറ് ഡെവലപ്പ് ചെയ്ത് എടുത്തു. Today we see a large number of cars and bikes running on the road on petrol. Later petrol was used in the engine of the aeroplane. നമ്മളിത് കാണുന്നതാണ് ധാരാളം കാറായാലും ബൈക്കായാലും പെട്രോൾ ഉപയോഗിച്ച് ഓടുന്നത്. പിന്നീടാണ് എന്താ എയറോപ്ലെയിനിലും പെട്രോൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. An engine which could run on petrol was developed in 1885 by Gottlieb Daimler, a German scientist. ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗോട്ട്ലീബ് ഡെയിംലർ ആണ് എന്ത് കണ്ടുപിടിച്ചത്? 1885 പെട്രോൾ ഉപയോഗിച്ച് ഒരു എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത്. After several years, another German engineer, Rudolf Diesel, invented an engine that could run on diesel. After several years, another German engineer, Rudolf Diesel, invented an engine that could run on diesel. ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ ആദ്യമായി കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള റുഡോൾഫ് ഡീസൽ ആയിരുന്നു. After several years, another German engineer, Rudolf Diesel, invented an engine that could run on diesel. ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള റുഡോൾഫ് ഡീസല് കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ചു. ആരാണ് കണ്ടുപിടിച്ചത്? റുഡോൾഫ് ഡീസൽ. ആരാണ്? റുഡോൾഫ് ഡീസൽ. After several years, another German engineer, Rudolf Diesel, invented an engine that could run on diesel. ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ കുറെ വർഷങ്ങൾക്ക് ശേഷം റുഡോൾഫ് ഡീസല് കണ്ടുപിടിച്ചു. Diesel is used to run heavy truck, bus, railway engines and pumps. ഡീസൽ ഉപയോഗിച്ച് വലിയ ട്രക്കുകളായാലും അല്ലെങ്കിൽ ബസ് ആയാലും റെയിൽവേ എഞ്ചിനൊക്കെ അല്ലെങ്കിൽ പമ്പായാലും ഓടിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഡീസൽ എന്തിലൊക്കെ ഉപയോഗിച്ചത്? വലിയ ട്രക്കുകളിലും ബസ്സിലും റെയിൽവേ എഞ്ചിനിലും പമ്പിലൊക്കെ ഡീസൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആരായിരുന്നു ഡീസൽ കണ്ടുപിടിച്ചത്? റുഡോൾഫ് ഡീസൽ. ആരാണ് കണ്ടുപിടിച്ചത്? റുഡോൾഫ് ഡീസൽ. Like coal, the mineral oil reserves are also limited. So, we should use this judiciously.
Like coal, the mineral oil reserves are also limited, so we should use these judiciously. ഈ കൽക്കരിയെ പോലെ തന്നെ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഡീസൽ ഉപയോഗിക്കാൻ തുടങ്ങി. After several years, another German engineer, Rudolf Diesel, invented an engine that could run on diesel. ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള റുഡോൾഫ് ഡീസൽ കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിച്ചു. Diesel is used to run heavy truck, buses, railway engine and pump. പമ്പായാലും അല്ലെങ്കിൽ റെയിൽവേ എഞ്ചിൻ ആയാലും അതും അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ വലിയ ട്രക്ക് തുടങ്ങിയവയൊക്കെ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇലക്ട്രിസിറ്റി. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി നോക്കാം. Today, electricity is used to run machines in many factories. About 200 years ago, Alexander Volta became the first person to make a small battery which could produce electric current in a wire. Later, the generator was made to produce electricity. Today, electricity is used to run machines in many factories. ഇന്ന് ധാരാളം ഫാക്ടറികളിൽ മെഷീൻ പ്രവർത്തിക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇന്ന് ധാരാളം ഫാക്ടറികളിൽ മെഷീൻ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. About 200 years ago, Alexander Volta became the first person to make a small battery which could produce electric current in a wire. ഒരു വയറിൽ ഇലക്ട്രിക് കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് എന്താണ് ഒരു ചെറിയ ബാറ്ററിയിൽ എന്താണ് ആദ്യമായിട്ട് അലക്സാണ്ടർ വോൾട്ട എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത്. About 200 years ago, Alexander Volta became the first person to make a small battery which could produce electric current in a wire. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ വോൾട്ട എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്ത്? ഒരു സ്മാൾ ബാറ്ററി ഉണ്ടാക്കി. ഇത് ചെയ്ത് ഒരു ചെറിയ ബാറ്ററി നിർമ്മിച്ചു. ആ ബാറ്ററി എന്താ ചെയ്തത്? വയറിൽ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തു. About 200 years ago, Alexander Volta became the first person to make a small battery which could produce electric current in a wire. ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ വോൾട്ട എന്ന് പറയുന്ന വ്യക്തി ഒരു ചെറിയ ബാറ്ററി നിർമ്മിച്ചുകൊണ്ട് എന്താണ് വയറിലൂടെ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്തു. Later the generator was made to produce electricity. പിന്നീട് എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ജനറേറ്റർ നിർമ്മിച്ചു. Fuels such as coal, diesel, petrol or natural gases are used to run the generator. ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിനായിട്ട് ഏതൊക്കെ ഫ്യൂൽ ഉപയോഗിച്ചത്? കൽക്കരി ഉപയോഗിച്ചു, ഡീസൽ ഉപയോഗിച്ചു, പെട്രോൾ ഉപയോഗിച്ചു, നാച്ചുറൽ ഗ്യാസ്. അപ്പൊ എന്താണ്? കൽക്കരി, ഡീസല്, പെട്രോള്, നാച്ചുറൽ ഗ്യാസ് എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. Today the force of flowing river is also used to generate electricity. This is called hydroelectricity. Today the force of flowing river water is also used to generate electricity. This is called hydroelectricity. എന്താണ്? ഇപ്പോഴാണെങ്കിൽ നദിയുടെ ഒഴുകുന്ന നദിയുടെ ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് എന്ത് നിർമ്മിക്കാൻ തുടങ്ങി? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. ഇതിനെന്ന് പറയുന്നു? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. എന്താണ് പറയാ? ഹൈഡ്രോ ഇതിനെന്ന് പറയുന്നു? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. Today, the force of flowing river is also used to generate electricity. This is called hydroelectricity. എന്ന് പറയാ? hydroelectricity. Today, the force of flowing river water is also used to generate electricity. This is called hydroelectricity. ഇപ്പോൾ എന്താണ്? ഇന്ന് ഒഴുകുന്ന നദിയിലൂടെ ഒഴുകുന്ന ജലം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നത്? നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ ഒരു ശക്തി ഉപയോഗിച്ചും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് ഇതിനെന്ന് പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. ഇതിനെന്ന് പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു.
built across rivers to generate electricity. Nowadays, we use electricity to run a fan, electric bulb, television, radio, refrigerator, and many other electrical instruments. Today, we cannot imagine life without electricity. Dams are built across rivers to generate electricity. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് നദികൾക്ക് കുറുകെ എന്ത് നിർമ്മിക്കുന്നു? ഡാമുകൾ നിർമ്മിക്കുന്നു. Nowadays, we use electricity to run a fan, electric bulb, television, radio, refrigerator, and many other electric instruments. Today, we cannot imagine life without electricity. ഇന്നെന്താണ്? ഇലക്ട്രിക് ഫാനും അതുപോലെ ഇലക്ട്രിക് ബൾബും ടെലിവിഷനും റേഡിയോയും റെഫ്രിജറേറ്ററും ഒക്കെ പ്രവർത്തിക്കാൻ എന്താവശ്യമാണ്? തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാൻ എന്താവശ്യമാണ്? ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. നമുക്കിപ്പം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. Dams are built across the river to generate electricity. Electricity generate ചെയ്യാനായിട്ട് നദികൾക്ക് കുറുകെ ഡാമുകൾ നിർമ്മിക്കുന്നു. Nowadays, we use electricity to run a fan, electric bulb, television, radio, refrigerator, and many other electrical instruments. Today, we cannot imagine life without electricity. ഇലക്ട്രിക് ഉപകരണങ്ങളായിട്ടുള്ള ഫാൻ ആയാലും അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ആയാലും ടെലിവിഷൻ ആയാലും ഒക്കെ പ്രവർത്തിക്കാൻ വൈദ്യുതി ആവശ്യമാണ്. വൈദ്യുതി ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി. എന്താണ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി? എനർജിയുടെ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. There are two types of sources of energy, renewable and non-renewable source of energy. There are two types of source of energy, renewable and non-renewable source of energy. എന്താണ്? ഊർജത്തിന് രണ്ട് ഉറവിടങ്ങളാണ് ഉള്ളത്, റിന്യൂവബിളും ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സും. എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജങ്ങൾ എന്നിങ്ങനെ രണ്ട് ഉറവിടങ്ങളാണ് ഊർജത്തിന് ഉള്ളത്. ഏതൊക്കെയാണ്? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഏതൊക്കെയാണ്? റിന്യൂവബിൾ. ഏതൊക്കെയാണ്? റിന്യൂവബിളും നോൺ റിന്യൂവബിൾ എന്നിങ്ങനെ രണ്ട് ഉറവിടങ്ങളാണ് എന്തിനുള്ളത്? എനർജിക്ക് ഉള്ളത്. There are two types of source of energy, renewable and non-renewable source of energy. ഊർജത്തിന് എന്താ? രണ്ട് ഉറവിടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ ഉറവിടങ്ങൾ? റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് എന്നിങ്ങനെ ഊർജത്തിന് രണ്ട് ഉറവിടങ്ങളാണ് ഉള്ളത്. റിന്യൂവബിൾ സോഴ്സും നോൺ റിന്യൂവബിൾ സോഴ്സും. Renewable means the source of energy will not exhaust in future. Renewable means the source of energy will not exhaust in future. പുനരുപയോഗിക്കാൻ കഴിയാത്തത് എന്നും പുനരുപയോഗിക്കാൻ കഴിയുന്നത് എന്നിങ്ങനെ ഊർജത്തിന് രണ്ട് ഉറവിടങ്ങളാണ് ഉള്ളത്. റിന്യൂവൽ എന്ന് വെച്ചാൽ എന്താ? റിന്യൂവൽ മീൻസ് ദ സോഴ്സ് ഓഫ് എനർജി വിൽ നോട്ട് എക്സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ. പുനരുപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ എന്താണ്? ഭാവിയിൽ ഊർജ സ്രോതസ് തീർന്നു പോകുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. റിന്യൂവൽ എന്ന് വെച്ചാൽ എന്താ? റിന്യൂവൽ മീൻസ് ദ സോഴ്സ് ഓഫ് എനർജി വിൽ നോട്ട് എക്സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ. പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജത്തിന്റെ ഉറവിടങ്ങൾ ഭാവിയിൽ എന്താണ്? തീർന്നു പോകുന്നില്ല. And non-renewable means the source of energy will exist in future. Non-renewable എന്ന് വെച്ചാൽ എന്താ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജത്തിന്റെ ഉറവിടങ്ങൾ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജത്തിന്റെ ഉറവിടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭാവിയിൽ ഈ ഊർജ സ്രോതസ്സിന്റെ ഉറവിടങ്ങൾ എന്ത് ചെയ്യും? തീർന്നു പോകും. So, coal, mineral oil and natural gases are non-renewable source of energy. അതുകൊണ്ട് തന്നെ കൽക്കരി, മിനറൽ ഓയില്, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ എന്താണ്? നോൺ റിന്യൂവബിൾ സോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്താണ്? നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. ഏതൊക്കെയാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജത്തിന്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, നാച്ചുറൽ ഗ്യാസ്,
mineral oil. This source of energy will exist in future. So, scientists are searching new ways to use our uncommon source of energy like wind energy, water energy, solar energy and bioenergy. These are renewable sources of energy. These sources of energy will exist in future. So scientists are searching new ways to use uncommon sources of energy like wind energy, water energy, solar energy and bioenergy. These are renewable sources of energy. ഈ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ആ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയുടെ ഊർജ്ജ സ്രോതസ്സുകൾ എന്താ ഭാവിയിൽ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ എന്താണ് ശാസ്ത്രജ്ഞരൊക്കെ അന്വേഷിക്കുന്നത് എന്താണ് റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജിയാണ്. അത് ഏതൊക്കെയാണ്? വിൻഡ് എനർജി കാറ്റിൽ നിന്നുള്ള ഊർജം, വാട്ടർ എനർജി ജലത്തിൽ നിന്നുള്ള ഊർജം, സോളാർ എനർജി സൗരോർജം ആൻഡ് ബയോ എനർജി. ഇതൊക്കെ എന്താണ്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇപ്പൊ ഏതൊക്കെയാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? റിന്യൂവബിൾ എന്ന് വെച്ചാൽ റിന്യൂവബിൾ എന്ന് വെച്ചാൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജത്തിന്റെ ഉറവിടം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജം ഏതൊക്കെയാണ്? വിൻഡ് എനർജി കാറ്റിൽ നിന്നുള്ള ഊർജം, വാട്ടർ എനർജി ജലത്തിൽ നിന്നുള്ള ഊർജം, പിന്നെന്താണ് സോളാർ എനർജി സൗര ഊർജം, ബയോ എനർജി. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾ ആണ്. നമുക്കിനി ഈ ഓരോ എനർജി എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഫസ്റ്റ് വിൻഡ് എനർജി. എന്താണ്? കാറ്റിൽ നിന്നുള്ള ഊർജം. എന്താണ് കാറ്റിൽ നിന്നുള്ള ഊർജം? മൂവിംഗ് എയർ ഈസ് കാൾഡ് വിൻഡ്. മൂവിംഗ് എയറിനെയാണ് ഇതെന്ന് പറയുക കാറ്റ് എന്ന് പറയുന്നത്. Wind energy is used in sailing a boat, running a windmill and generating electricity. But wind energy can only be used where the velocity of wind is high. എന്താണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്? മൂവിംഗ് എയറിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. വിൻഡ് എനർജി ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാ? ബോട്ട് യാത്ര ചെയ്യാനും അതുപോലെ എന്താണ് കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കാനും അതുപോലെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനൊക്കെ വിൻഡ് എനർജി ഉപയോഗിക്കുന്നു. ഈ വിൻഡ് എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? വിൻഡ് എനർജി ക്യാൻ only be used where the velocity of wind is high. വിൻഡിന്റെ വെലോസിറ്റി വളരെ കൂടുതലാകുമ്പോൾ മാത്രമാണ് നമുക്ക് വിൻഡ് എനർജി ഉപയോഗിക്കാൻ പറ്റൂ. In a windmill, the power of the wind is used as a source of energy. ഒരു വിൻഡ് മില്ലിൽ എങ്ങനെയാണ്? ഒരു വിൻഡ് മില്ലിൽ കാറ്റിന്റെ പവർ ആണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത്. In a windmill, the power of the wind is used as a source of energy. ഒരു വിൻഡ് മില്ലിൽ കാറ്റിന്റെ പവറിനെ ഊർജത്തിന്റെ ഉറവിടമായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വാട്ടർ എനർജി ഓർ ഹൈഡ്രോ എനർജി എന്താണെന്ന് നോക്കാം. ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്? ജലത്തിൽ നിന്നുള്ള ഊർജം. വാട്ടർ എനർജി ഓർ ഹൈഡ്രോ എനർജി എന്താണ്? Moving water has an energy called the water energy or hydro energy. ചലിക്കുന്ന ജലത്തിൽ നിന്നുള്ള ഊർജമാണ് എന്ത്? വാട്ടർ എനർജി ഓർ ഹൈഡ്രോ എനർജി എന്ന് പറയുന്നത്. This energy is used to produce electricity. ഈ എനർജി ഉപയോഗിച്ച് നമുക്ക് എന്ത് ഉത്പാദിപ്പിക്കാം? വൈദ്യുതി ഉത്പാദിപ്പിക്കാം. In India, various dams like Phakra Nagar, the Hirakud, the Damodar Power Project have been built on the different rivers to produce electricity. ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനാണ് ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നതായിട്ട് ഏതൊക്കെ നദികളുടെ കുറുകെയാണ്? പല നദികളുടെ കുറുകെ ഏതൊക്കെ അണക്കെട്ടുകൾ നിർമ്മിച്ചു? ഫക്രാനഗർ അണക്കെട്ട് നിർമ്മിച്ചു, ഹിരാക്കുട്ട് നിർമ്മിച്ചു, ദാമോദർ പവർ പ്രോജക്ട് എന്നിങ്ങനെയുള്ള ഡാമുകളൊക്കെ നദികൾക്ക് കുറുകെ നിർമ്മിച്ചു. Moving water has an energy called the water energy or hydro energy. ചലിക്കുന്ന ജലത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇത് വാട്ടർ എനർജി എന്ന് പറയുന്നത്. This energy used to produce electricity. ഈ ഒരു ഊർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റുന്നു. In India, various dams like Phakra Nagar, the Hirakud, the Damodar Power Project, etc. have been built on different rivers to produce electricity. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിരവധി നദികൾക്ക് കുറുകെ ഇന്ത്യയിൽ എന്താണ് ഫക്രാ നഗർ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട്, ദാമോദർ പവർ പ്രോജക്ട് എന്നീ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചു. Moving water has an energy called the water energy or hydro energy.
This energy is used to produce electricity. ചലിക്കുന്ന ജലത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് എന്ന് പറയാ വാട്ടർ എനർജി അല്ലെങ്കിൽ ഹൈഡ്രോ എനർജി എന്ന് പറയുന്നത്. ഈ ഊർജം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വാട്ടറിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. In India, various dams like the Fakranagar, the Hirakud, the Damodar Power Project, etc. have been built on different rivers to produce electricity. ഇന്ത്യയില് നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യ. നമ്മുടെ രാജ്യമായ ഇന്ത്യയില് ഡിഫറെന്റ് റിവേഴ്സില് നമ്മുടെ രാജ്യമായ ഇന്ത്യയില് പല നദികൾക്കും കുറുകെ നിരവധി ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡാമുകള്? ഫക്രാനഗർ, ഹിരാക്കുഡ്, ദാമോദർ പവർ പ്രോജക്ട്. ഇങ്ങനെ ഇന്ത്യയിലെ വിവിധ നദികൾക്ക് കുറുകെ ഫക്രാനഗർ അണക്കെട്ട്, അതുപോലെ ഹിരാക്കുഡ്, ദാമോദർ പവർ പ്രോജക്ട് അണക്കെട്ട്, ഇങ്ങനെ നിരവധി അണക്കെട്ടുകൾ ഇന്ത്യയിൽ നദികൾക്ക് കുറുകെ നിർമ്മിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട്, ഇന്ത്യയിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് പല നദികൾക്കും കുറുകെ ഹിരാക്കുഡ് ഡാം, അതുപോലെ ഫക്രാനഗർ ഡാം, ദാമോദർ പവർ പ്രോജക്ട് എന്നീ ഡാമുകളെല്ലാം ഇന്ത്യയിൽ നിർമ്മിച്ചു. എന്താണ്? വാട്ടറിൽ നിന്നും എനർജി ലഭ്യമാകുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് സോളാർ എനർജി. എന്താണ് സൗരോർജം? എന്താണ്? The energy obtained from the sun is called solar energy. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് എന്ത്? സോളാർ എനർജി എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് എന്ത്? സോളാർ എനർജി എന്ന് പറയുന്നത്. Solar energy is used in solar heating devices like solar heater, solar cooker, solar cell, etc. സോളാർ എനർജി ഉപയോഗിക്കുന്നത് സോളാർ ഹീറ്റിംഗ് ഡിവൈസിലാണ്. അതായത് സോളാർ ഹീറ്ററിലും അതുപോലെ സോളാർ കുക്കറിലും സോളാർ സെല്ലിലൊക്കെയാണ് ഈ സോളാർ എനർജി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ബയോ എനർജി. എന്താണ് ബയോ എനർജി? The energy obtained by the decomposition of organic matter like animal dung, human excreta, dead leaves, rancid fruit, rancid vegetables, etc. is called bioenergy. In the rural areas, the biogas is used as an excellent fuel for cooking and lighting. മൃഗങ്ങളുടെ ചാണകം അല്ലെങ്കിൽ മനുഷ്യന്റെ വിസർജ്യ അവശിഷ്ടങ്ങള്, അതിലേക്ക് കൊഴിഞ്ഞു വീണ ഇലകള്, അതുപോലത്തെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവയൊക്കെ എന്താ മുതലായ ജൈവവസ്തുക്കളുടെ തുടങ്ങിയ ജൈവവസ്തുക്കളുടെ ഒക്കെ വിഘടനം എന്തിന് കാരണമാകുന്നു? ഈ വിഘടനത്തിലൂടെ ഊർജം ലഭ്യമാകുന്നു. ഈ ഊർജത്തെയാണ് എന്ത് പറയുക? ബയോ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ റൂറൽ ഏരിയ ഗ്രാമപ്രദേശങ്ങളിൽ ബയോഗ്യാസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുകയും അതുപോലെ ലൈറ്റ് കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ എന്താണ് ബയോഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യുകയും അതുപോലെ ലൈറ്റനിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബയോ എനർജി. എന്താണ് ബയോ എനർജി എന്ന് പറയുന്നത്? ദ എനർജി ഒബ്റ്റെയിൻഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ലൈക്ക് അനിമൽ ഡങ്, human excreta, dead leaves, rancid fruit, rancid vegetable, etc. is called bioenergy. Then the energy obtained by the decomposition of organic matter like animal dung, human excreta, dead leaves, rancid fruit, rancid vegetable, etc. is called bioenergy. മൃഗങ്ങളുടെ ചാണകം, മനുഷ്യന്റെ വിസർജ്യ അവശിഷ്ടങ്ങള്, അല്ലെങ്കിൽ കൊഴിഞ്ഞു വീണ മരത്തിൽ നിന്നൊക്കെ കൊഴിഞ്ഞു വീണ ഇലകള്, അതുപോലെ പഴുത്ത പച്ചക്കറികള്, അല്ലെങ്കിൽ പഴുത്ത പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ ജൈവ വസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് എന്താ വിഘടിക്കുന്നു. ഈ ജൈവ വസ്തുക്കളൊക്കെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് എന്തെന്ന് പറയുക? ബയോ എനർജി എന്ന് പറയുന്നത്. In the rural area, the biogas is used as an excellent fuel for cooking and lighting. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ബയോഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും പാചകം ചെയ്യുകയും അതുപോലെ ലൈറ്റിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ എനർജിയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ?
അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് ചെയ്താലോ? എല്ലാവരും പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 340 എല്ലാവരും എടുത്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്തായിരുന്നല്ലേ? എന്തൊക്കെയാ ചെയ്തത്? ഡിഫൈൻ, നമ്മൾ ഡിഫൈൻ ചെയ്യുക പഠിച്ചായിരുന്നു. പിന്നെന്താ പഠിച്ചത്? ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കുറച്ച് പഠിച്ചായിരുന്നല്ലേ? ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ 3rd ക്വസ്റ്റ്യൻ വരെ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? 4th ക്വസ്റ്റ്യൻ പഠിക്കാം. വാട്ട് ഈസ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി? എന്താണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? The force of flowing river water is used to generate electricity. This is called hydroelectricity. എന്താണ്? The force of flowing river water is used to generate electricity. This is called hydroelectricity. എന്താണ്? അതിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഇതിനാണ് എന്ത് പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നദിയിലൂടെ ഒഴുകുന്ന ജലത്തിലെ ഫോഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി? എനർജിയുടെ ആൾട്ടർനേറ്റീവ് സോഴ്സ് എന്തൊക്കെയാണ്? There are 2 types of source of energy. എനർജിക്ക് 2 ഉറവിടങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ ഉറവിടങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ ഉറവിടങ്ങളും. ഏതൊക്കെയാണ്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ ഉറവിടങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ ഉറവിടങ്ങളും. Renewable means the source of energy will not exist in future. Example: wind energy, water energy, solar energy and bioenergy. Renewable energy എന്ന് വെച്ചാൽ എന്താണ്? ഭാവിയിൽ വീണ്ടും നമുക്ക് ഉപയോഗിച്ചാൽ തീർന്നു പോകാത്ത എനർജിയാണ് എന്ത്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഉപയോഗിക്കും തോറും തീർന്നു പോകാത്ത പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ ഉറവിടങ്ങളാണ് എന്തൊക്കെ? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വിൻഡ് എനർജി, പിന്നെന്താ? വാട്ടർ എനർജി, പിന്നെ സോളാർ എനർജി, ബയോ എനർജി. നോൺ റിന്യൂവബിൾ മീൻസ് ദ സോഴ്സ് ഓഫ് എനർജി വിൽ എക്സിസ്റ്റ് ഇൻ ഫ്യൂച്ചർ. എക്സാമ്പിൾ: കോൾ, മിനറൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. എന്താണ്? ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്ന ഊർജത്തിന്റെ ഉറവിടങ്ങളാണ് എന്തെന്ന് പറയാ? ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്ന ഊർജത്തിന്റെ ഉറവിടങ്ങളെയാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഊർജത്തിന്റെ ഉറവിടത്തെയാണ് എന്ത് പറയാ? നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കൽക്കരി ഉണ്ട്, മിനറൽ ഓയിൽ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. ഇനി നമുക്ക് fill in the blanks നോക്കാം. Fill in the blanks with the suitable words given below. First question നോക്കിക്കേ. Dash is stronger and harder than copper. ഏതാണ്? കോപ്പറിനെ കാട്ടി സ്ട്രോങ്ങും ഹാർഡും ആയിട്ടുള്ള ഒരു മെറ്റല് അയൺ. എന്താണ് ആൻസർ? അയൺ. എന്താണ്? അയൺ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? അയൺ. എന്താണ്? ഇരുമ്പ്. അയൺ ഈസ് സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ ദാൻ കോപ്പർ. കോപ്പറിനെ കാട്ടി ഹാർഡും സ്ട്രോങ്ങും ആണെന്ത്? അയൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് മെറ്റൽ ടു ബി ഡിസ്കവേർഡ് വാസ്. ആദ്യമായി കണ്ടെത്തിയ മെറ്റൽ ഏതാണ്? കോപ്പർ. ഏതാണ്? കോപ്പർ, ചെമ്പാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Early man used dash as his main tool and weapon. ആദ്യകാലം മനുഷ്യൻ ടൂളും അതുപോലെ വെപ്പണുമായിട്ട് ഉപയോഗിച്ച് എന്തായിരുന്നു? സ്റ്റോൺസ്. എന്താണ്? കല്ലുകൾ. എന്താണ്? സ്റ്റോൺസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഡാഷ് എഞ്ചിൻ വാസ് യൂസ്ഡ് ഫോർ മെനി പർപ്പസ്. പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച എഞ്ചിൻ ഏതാണ്? സ്റ്റീം എഞ്ചിൻ. ഏതാണ്? സ്റ്റീം.
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സോളാർ എനർജി ഈസ് ആൻ ഡാഷ് സോഴ്സ് ഓഫ് എനർജി. സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജിയാണ്. എന്താണ് ആൾട്ടർനേറ്റീവ്? എന്താണ്? ദ സോളാർ എനർജി ഈസ് ആൻ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി. ഉറവിടത്തിന്റെ ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് ആണ് എന്ത്? സോളാർ എനർജി എന്ന് പറയുന്നത്. Write true or false. Write T for true and F for false statement. Bronze was a mixture of copper and tin. True ആണോ false ആണോ? True. Second statement നോക്കിക്കേ. Coal and natural oil will exist in future. True ആണോ false ആണോ? True. Third statement നോക്കിക്കേ. Electricity is not a form of energy. True or false? False. Fourth statement നോക്കിക്കേ. The rocket was able to pull a coach with 50 people at a speed of about 30 km/h. True or false? False. Fifth statement നോക്കിക്കേ. Steam engine was invented by George Stephenson. True or false? False. Match the following. Bronze. Bronze എന്താണ്? The mixture of copper and tin. കോപ്പറും ടിന്നിന്റെയും കൂടി ഒരു മിശ്രമാണ് എന്ന് പറയാ ബ്രോൺസ് എന്ന് പറയുന്നത്. എന്താണ് ബ്രോൺസ് എന്ന് വെച്ചാൽ? ദ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് ടിൻ. സെക്കൻഡ് നോക്കിക്കേ. ഡെയിംലർ. ഡെയിംലർ എന്താണ് കണ്ടുപിടിച്ചത്? ദ പെട്രോൾ എഞ്ചിൻ. ദ പെട്രോൾ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഡെയിംലർ. തേർഡ് നോക്കിക്കേ. വോൾട്ട. ദ ഫസ്റ്റ് ബാറ്ററി. വോൾട്ട എന്താണ് കണ്ടുപിടിച്ചത്? ആദ്യത്തെ ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ്? വോൾട്ട. ഫസ്റ്റ് ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ്? വോൾട്ട. ഫോർത്ത് നോക്കിക്കേ. റുഡോൾഫ് ഡീസൽ. ദ ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? റുഡോൾഫ് ഡീസൽ. റുഡോൾഫ് ഡീസലാണ് എന്ത് കണ്ടുപിടിച്ചത്? ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ എന്താണ് കണ്ടുപിടിച്ചത്? ദ റെയിൽവേ എഞ്ചിൻ. ദ റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചത്. ബ്രോൺസ്. ബ്രോൺസ് എന്ന് വെച്ചാൽ എന്താണ് ചേരുന്നത്? അതിനകത്ത് ബിയിൽ ഏതാണ് ചേരുന്നത്? ബ്രോൺസ്. ദ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ഡെയിംലർ എന്താണ്? ദ പെട്രോൾ എഞ്ചിൻ. വോൾട്ട. വോൾട്ട എന്താണ്? ദ ഫസ്റ്റ് ബാറ്ററി. റുഡോൾഫ് ഡീസൽ. ദ ഡീസൽ എഞ്ചിൻ. ജോർജ് സ്റ്റീഫൻസൺ എന്താണ്? ദ റെയിൽവേ എഞ്ചിൻ. എന്താണ് ജോർജ് സ്റ്റീഫൻസൺ? ദ റെയിൽവേ എഞ്ചിൻ. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The first metal discovered by early man was. മനുഷ്യൻ കണ്ടെത്തിയ ആദ്യത്തെ മെറ്റൽ ഏതായിരുന്നു? കോപ്പർ. ഏതാണ്? കോപ്പർ. The steam engine was invented by James Watt. steam engine കണ്ടുപിടിച്ച ആരാണ്? ജെയിംസ് വാട്ട്. Which of the following is a renewable source of energy? എന്താണ് renewable source of energy? എക്സാമ്പിൾ ഏതാണ്? ഏതാണ്? സൺ. സൂര്യനാണല്ലേ. In which year was the steam engine was invented by James Watt? എന്നാണ് ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്? 1769. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of these is a liquid fuel found below the earth's surface? എർത്തിന്റെ സർഫസിൽ താഴെ കാണുന്ന ഒരു ലിക്വിഡ് ഫ്യൂൽ ഏതാണ്? മിനറൽ ഓയിൽ. അപ്പം ടീച്ചർ ഈ ചാപ്റ്ററിന്റെ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർക്കുന്നത്. എല്ലാവരും ഈ നോട്ട്ബുക്ക് എഴുതിയെടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം എല്ലാവരും പഠിച്ചതിന്റെ വോയിസും ടീച്ചറിന് ഇട്ട് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.